നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം പാദത്തിൽ 1-2 ഗോളുകൾക്കാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഫെഡറിക്കോ ഡിമാർക്കോ ഇന്റർ മിലാന് ലീഡ് നേടിക്കൊടുത്തിരുന്നു. പക്ഷെ 35-ാമത്തെ മിനിറ്റിൽ അന്റോനി ഗ്രീസ്മാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒപ്പം എത്തിക്കുകയായിരുന്നു. ഏറ്റവും അവസാനത്തിൽ അഥവാ മത്സരത്തിന്റെ 87-ാമത്തെ മിനിറ്റിൽ മെംഫിസ് ഡിപ്പായ് നേടിയ ഗോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഈ ഒരു രണ്ടാം പാദത്തിൽ വിജയം നേടിക്കൊടുക്കുകയായിരുന്നു. പക്ഷെ ആദ്യ പാദത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഇന്റർ മിലാൻ വിജയിച്ചത് കൊണ്ട് തന്നെ അഗ്രിഗേറ്റിൽ രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു. പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടാണ് മത്സരത്തിന്റെ ഫലം നിർണയിച്ചത്. 2-3 ഗോളുകൾക്ക് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്റർ മിലാനെ പരാജയപ്പെടുത്തുകയും അങ്ങനെ ക്വാർട്ടർ ഫൈനൽ പ്രവേശിക്കുകയുമായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട പ്രകടനം അന്റോനി ഗ്രീസ്മാന്റേതാണ്. ഒരിക്കൽ കൂടി അദ്ദേഹം തന്റെ മികവ് പുറത്തെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇന്നലത്തെ മത്സരത്തിൽ ഗോൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണക്കുകൾ ഇങ്ങനെയാണ്: 105 മിനിറ്റുകൾ ആകെ കളിച്ചു, 77 ടച്ചുകൾ, 1 ഗോൾ, 4 ഷോട്ടുകൾ, അതിൽ 2 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക്, ഒരു വലിയ അവസരം ക്രിയേറ്റ് ചെയ്തു, 3 കീ പാസുകൾ, ആകെ 58 പാസുകൾ, അതിൽ 49 പാസുകളും അക്യുറേറ്റ് പാസുകളായിരുന്നു. 8.7 ആണ് അദ്ദേഹത്തിന്റെ സോഫ സ്കോർ റേറ്റിംഗ് ആയിക്കൊണ്ട് ഇപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ജോയിന്റ് ടോപ്പ് സ്കോറർ ആണ് എന്നുള്ളതാണ്. 6 ഗോളുകളാണ് അന്റോനി ഗ്രീസ്മാൻ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഹാരി കെയ്ൻ, ഏർലിംഗ് ഹാലൻഡ്, കിലിയൻ എംബപ്പെ എന്നിവരും 6 ഗോളുകൾ വീതം നേടിക്കൊണ്ട് ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ മുൻപന്തിയിലുണ്ട്. പക്ഷെ ഒറ്റ പെനാൽറ്റി ഗോളുകൾ പോലും ഇല്ലാതെയാണ് അന്റോനി ഗ്രീസ്മാൻ ഇപ്പോൾ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ മികവ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് മാത്രമല്ല ഫ്രഞ്ച് ദേശീയ ടീമിനും ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.